നമസ്കാരം. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ കേരളം മരവിച്ചു നിൽക്കുന്ന അവസരത്തിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ദുരിതാശ്വാസ നിധിയെക്കുറിച്ചുള്ള വിവാദങ്ങൾ എങ്ങും പടർന്നു പിടിക്കുന്നത്. ദുരിതാശ്വാസ നിധിയെക്കുറിച്ച് വിമർശനാത്മകമായി ആര് എന്ത് ആരോപണങ്ങൾ ഉന്നയിച്ചാലും ഉടനെ തന്നെ സൈബർ പോലീസിന്റെ സഹായത്തോടു കൂടി അവരെ കണ്ടെത്തി അവരുടെ പേരിൽ കേസെടുക്കുന്ന ഒരു രീതിയാണ് പിണറായി വിജയൻ അവലംബിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ ദുരന്തമുഖത്ത് നിൽക്കുമ്പോഴും ഇത്തരത്തിൽ അഹങ്കാരത്തോടുകൂടി ധാർഷ്ട്യത്തോടുകൂടി പെരുമാറുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും വഴിവിട്ട് ഏതെങ്കിലും വിധത്തിൽ പണം ചിലവഴിച്ചിട്ടുണ്ടോ എന്നുള്ള സംശയങ്ങൾ ഉയർന്നു വരുമ്പോൾ അതിനെ സഹിഷ്ണുതയോടുകൂടി കാണുവാൻ മുഖ്യമന്ത്രിക്ക് ആകുന്നില്ല എന്നുള്ളതാണ് ഇത്തരം പ്രതികരണങ്ങളിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്നാണ് ജനം പറയുന്നത്. കഴിഞ്ഞകാല അനുഭവങ്ങൾ വച്ചു നോക്കുമ്പോൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വന്ന പണങ്ങൾ അത്രയും, അതായത് ഓഖി ദുരന്തകാലത്തും പിന്നീട് 2018 പ്രളയകാലത്തുമെല്ലാം കോടിക്കണക്കിന് രൂപയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പിരിഞ്ഞു കിട്ടിയത്. എന്നാൽ ഈ പണം എത്രയും മുഖ്യമന്ത്രി ദുരിതാശ്വാസത്തിന് വേണ്ടി തന്നെ ചിലവഴിച്ചിട്ടുണ്ടോ, ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണോ ചിലവഴിച്ചത് എന്ന് നാനാഭാഗത്തു നിന്നും ചോദ്യങ്ങൾ ഉയരുമ്പോൾ എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി ഇത്രയും അസഹിഷ്ണുതയോടുകൂടി അത്തരം ചോദ്യങ്ങളോട് പ്രതികരിക്കുന്നത്, അല്ലെങ്കിൽ അത്തരം ചോദ്യങ്ങൾ ഉന്നയിക്കുന്ന ആളുകളെ സൈബർ പോലീസിന്റെ സഹായത്തോടു കൂടി കണ്ടെത്തി കേസെടുക്കുന്നത് എന്താണെന്ന് മനസ്സിലാകുന്നില്ല. ഈ സമയം വരെ ഏതാണ്ട് 350 പേർക്കെതിരെയാണ് ദുരിതാശ്വാസ നിധിയുമായി ബന്ധപ്പെട്ട ചില പ്രതികരണങ്ങളുടെ പേരിൽ കേസെടുത്തിട്ടുള്ളത് എന്നാണ് ഒരു മാധ്യമം എന്ന രീതിയിൽ ഞങ്ങൾക്ക് കിട്ടിയ വിവരങ്ങൾ. മറുനാടൻ മലയാളി എന്ന ഓൺലൈൻ മാധ്യമത്തിനെതിരെ വരെ ദുരിതാശ്വാസ നിധി വിവാദവുമായി ബന്ധപ്പെട്ട് സൈബർ പോലീസ് കേസെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. എന്നാൽ പൊതുജനം ഉന്നയിക്കുന്ന ചില സംശയങ്ങൾക്ക് അടിസ്ഥാനമുണ്ട് എന്ന് തന്നെയാണ് പറയാൻ കഴിയുക. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും വകമാറ്റി ചിലവഴിച്ചതിനെതിരെ മുഖ്യമന്ത്രിക്കെതിരെ ലോകായുക്തയിൽ കേസുണ്ടായിരുന്നു. ആ കേസ് ഇപ്പോൾ ഹൈക്കോടതിയിൽ നിലനിൽക്കുന്നു എന്നുള്ളത് കൂടിയുള്ള ഒരു സാഹചര്യം പരിഗണിക്കുമ്പോഴാണ് ദുരിതാശ്വാസ നിധിയെക്കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾക്ക് മുഖ്യമന്ത്രി അസഹിഷ്ണുതാപൂർവ്വം പെരുമാറുന്നത് എന്നതാണ്. ഒന്നുകൂടി വ്യക്തമാക്കി പറഞ്ഞാൽ, ഉഴവൂർ വിജയന്റെ ധനസഹായത്തിന് വേണ്ടി ദുരിതാശ്വാസ നിധിയിൽ നിന്ന് മുഖ്യമന്ത്രി വകമാറ്റി ചിലവഴിച്ചിരുന്നു. മാത്രമല്ല, കോടിയേരി ബാലകൃഷ്ണന്റെ ഡ്രൈവറുടെ മരണത്തിലും ഇത്തരത്തിലുള്ള ഒരു വകമാറ്റി ഫണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് ആരോപണം. ഇത് ലോകായുക്തയിൽ കേസാകുകയും പിന്നീട് ലോകായുക്ത പിണറായി വിജയന് അനുകൂലമായി വിധി വരികയും എല്ലാം ചെയ്തു. തിരുവനന്തപുരത്തുള്ള പൊതുകാര്യ പ്രവർത്തകനായ ശശികുമാറാണ് മുഖ്യമന്ത്രിയുടെ പേരിൽ കേസ് കൊടുത്തിരുന്നത്, ദുരിതാശ്വാസ നിധി വകമാറ്റി ചെലവഴിച്ചു എന്നുള്ളത്. എന്നാൽ ഇപ്പോൾ ശശികുമാർ ഈ ഹർജിയുമായി ഹൈക്കോടതിയിൽ പോയിരിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി സമ്പൂർണമായും ഓഡിറ്റിംഗിന് വിധേയമാണോ, ഈ തുക മുഖ്യമന്ത്രിക്ക് മറ്റു ചിലവുകൾക്കായി വകമാറ്റി ചിലവഴിക്കാമോ എന്നുള്ള സംശയങ്ങളെല്ലാം പൊതുജനങ്ങളുടെ ഭാഗത്തു നിന്നും ഉയരുന്നത്. വയനാട്ടിൽ ദുരിതാശ്വാസം നൽകണം എന്ന മുഖ്യമന്ത്രിയുടെ അഭ്യർത്ഥനയെ എല്ലാവരും മാനിക്കുന്നു. ദുരിതാശ്വാസ നിധിയിലേക്ക് പണം നൽകില്ല എന്നാരും പറഞ്ഞിട്ടില്ല. എന്നാൽ കഴിഞ്ഞകാല ദുരിതാശ്വാസ നിധിയിൽ നിന്നും പൂർണ്ണമായി തന്നെ അത്തരം തുകകൾ മുഖ്യമന്ത്രി ദുരിതാശ്വാസത്തിന് വേണ്ടി ചിലവഴിച്ചിട്ടുണ്ടോ എന്നുള്ള സംശയങ്ങൾ നാനാഭാഗത്തു നിന്നും ഉയരുമ്പോൾ മുഖ്യമന്ത്രി എന്തിനാണ് ഇത്ര അസഹിഷ്ണുത കാണിക്കുന്നത് എന്നാണ് ജനം ചോദിക്കുന്നത്. മാത്രമല്ല, ദുരിതാശ്വാസത്തിന്റെ പേരിൽ എവിടെ നിന്നും ആരും പണം പിരിക്കാൻ പാടില്ല എന്നുകൂടി മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ മുഖ്യമന്ത്രിയുടെ ഈ വാക്കിന് ഘടകവിരുദ്ധമായി തന്നെയാണ് മുഖ്യമന്ത്രിയുടെ പാർട്ടിയിലെ വിദ്യാർത്ഥി പ്രസ്ഥാനക്കാര്, മുഖ്യമന്ത്രിയുടെ പാർട്ടിയിലെ സമുന്നതരായ മറ്റുള്ള ആളുകളും പിരിവുമായി രംഗത്തിറങ്ങിയിരിക്കുന്നത് എന്നുള്ളതാണ് ഏറെ വിചിത്രമായ വസ്തുത. കോഴിക്കോട് CPM-ന്റെ വിദ്യാർത്ഥി പ്രസ്ഥാനമായ SFIയുടെ കുട്ടി സഖാക്കൾ ബക്കറ്റ് പിരിവുമായി ഇറങ്ങി എന്നുള്ളതാണ്. അതായത് വയനാട്ടിലെ ദുരിതമനുഭവിക്കുന്നവർക്ക് വേണ്ടി ദുരിതാശ്വാസ നിധി എന്ന രീതിയിൽ തന്നെയാണ് SFIക്കാർ കോഴിക്കോട് ബക്കറ്റുമെടുത്ത് പിരിവിനിറങ്ങിയത്. ഇതിന് സമാനമായ രീതിയിൽ തന്നെയാണ് തിരുവനന്തപുരത്ത് വട്ടിയൂർക്കാവിൽ CPM-ന്റെ കൊടിയെല്ലാം പിടിച്ചുകൊണ്ട് പ്രവർത്തകർ വൈകുന്നേരങ്ങളിൽ കടതോറും കയറി ഇറങ്ങി ചുവന്ന ബക്കറ്റുമായി പിരിവ് നടത്തുന്നത്. അതും വയനാട്ടിലെ ദുരന്തബാധിതർക്ക് വേണ്ടിയുള്ള നിധിയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. എന്നാൽ ഇങ്ങനെ പിരിക്കുന്ന തുകകളെല്ലാം വയനാട്ടിൽ ദുരിതാശ്വാസത്തിന് എത്തുന്നുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും വലിയ ചോദ്യം. അതിലും പ്രസക്തമായത്, CPM-ന്റെ സമുന്നത നേതാവും CPM-ന്റെ മുഖ്യമന്ത്രിയുമായ പിണറായി വിജയൻ പറഞ്ഞു, ദുരിതാശ്വാസത്തിന്റെ പേരിൽ എവിടെ നിന്നും ആരും ഒരു പൈസയും പിരിക്കാൻ പാടില്ല എന്ന്. അങ്ങനെ മുഖ്യമന്ത്രിയുടെ അല്ലെങ്കിൽ CPM-ന്റെ സമുന്നതനായ നേതാവിന്റെ വാക്ക് തന്നെ ചവിട്ടിക്കൂട്ടി ചവറ്റുകുട്ടയിൽ എറിഞ്ഞിട്ടാണ് CPM-ന്റെ വിദ്യാർത്ഥി പ്രസ്ഥാനം ഇപ്പോൾ പിരിവിനിറങ്ങിയിരിക്കുന്നത്. CPM-ന്റെ സമുന്നതരായ അണികളെല്ലാവരും തിരുവനന്തപുരത്തും വട്ടിയൂർക്കാവിലും പിരിവിനിറങ്ങിയിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ വാക്കുകൾ ഞങ്ങൾ ഇക്കാര്യത്തിൽ ചെവിക്കൊള്ളുന്നില്ല, അഥവാ പിരിക്കാൻ കിട്ടുന്ന ഒരവസരവും ഞങ്ങൾ പാഴാക്കില്ല എന്ന അർത്ഥത്തിൽ തന്നെയാണ് ഇപ്പോൾ SFIക്കാരും CPM-ന്റെ മറ്റു ചില പ്രവർത്തകരും ചേർന്ന് കോഴിക്കോടും തിരുവനന്തപുരത്തും വട്ടിയൂർക്കാവിലുമെല്ലാം ബക്കറ്റ് പിരിവുമായി മുന്നോട്ട് പോകുന്നത്. ഇതിനർത്ഥം മുഖ്യമന്ത്രി പറയുന്നത് ഞങ്ങൾ ചെവിക്കൊള്ളുന്നില്ല, ദുരിതാശ്വാസ നിധി മുഖ്യമന്ത്രി മാത്രം പിരിച്ച് വയനാട്ടിൽ ഒറ്റയ്ക്ക് ചിലവഴിക്കേണ്ടതില്ല, ഞങ്ങളും പിരിക്കാം എന്നുള്ളൊരു മാനസിക
താല്പര്യത്തോടു കൂടി തന്നെയാണ് ഇവരെല്ലാവരും ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് എന്ന് വേണം ഇവരുടെ പ്രവൃത്തി കണ്ടാൽ മനസ്സിലാക്കുന്നത്. അല്ല എന്നുണ്ടെങ്കിൽ CPM-ന്റെ സമുന്നത നേതാവായ CPM-ന്റെ മുഖ്യമന്ത്രിയായ പിണറായി വിജയന്റെ വാക്കുകളെ തട്ടിക്കളഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇവർ എന്തുകൊണ്ട് പെരുമാറുന്നു എന്നുള്ളത് ചോദ്യചിഹ്നം തന്നെയാണ്. എന്തായാലും പൊതുജനങ്ങളിൽ നിന്നും വയനാട് ദുരന്തത്തിന്റെ പേരിൽ ആരും പിരിവെടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയുടെ വാക്കുകൾ തട്ടിക്കളഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രിയുടെ പാർട്ടിക്കാർ തന്നെ ബക്കറ്റുമായി പിരിവിനിറങ്ങിയിരിക്കുന്നത് എന്നുള്ളത് വലിയ വിരോധാഭാസം തന്നെയാണ്. ഇതിനെക്കുറിച്ച് മുഖ്യമന്ത്രി എന്ത് പറയുന്നു എന്നറിയാൻ നമുക്ക് കാത്തിരിക്കാം. എന്തായാലും ദുരിതാശ്വാസ നിധിയിലേക്ക് ആരും പണം കൊടുക്കണ്ട എന്നാരും പറഞ്ഞിട്ടില്ല. എന്നാൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി കൃത്യമായ രീതിയിൽ ഓഡിറ്റിങ്ങിന് വിധേയമാണോ, ദുരിതാശ്വാസ നിധിയിലേക്ക് എത്തുന്ന പണം മുഖ്യമന്ത്രിക്ക് മറ്റുള്ള വകകളിലേക്ക് മാറ്റി ചിലവഴിക്കാൻ സാധിക്കുമോ, വക മാറ്റി ചിലവഴിക്കാൻ സാധിക്കുമോ എന്നുള്ള ആരോപണങ്ങൾക്ക് മുഖ്യമന്ത്രിയോ മുഖ്യമന്ത്രിയുടെ പാർട്ടിയോ കൃത്യമായ ജനങ്ങൾക്ക് മറുപടി നൽകുക. എന്നാൽ മാത്രമേ ഇത്തരം കാര്യങ്ങൾ സുതാര്യമായി മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ എന്നാണ് ജനം പറയുന്നത്.